വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എന്താണെന്നുള്ളത് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഞാനിത് ഇതുപോലെ 8 എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഉള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് 8 എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതുപോലത്തെ വേവിച്ചെടുത്തിട്ടുള്ള 2 ഉരുളക്കിഴങ്ങാണ്. അത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് ആ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിന് ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് അധികം ലൂസാവാണ്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തേങ്ങയുടെ കൂട്ടൊക്കെ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ നന്നായിട്ട് ഒന്ന് പരത്തി എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു മാവിൽ മുക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അധികം മസാല കൂട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്